സാക്ഷ്യം എന്നത് നൽകിയ സാക്ഷ്യമാണ്. ഇത് ആരും നിഷേധിക്കാൻ കഴിയില്ല. ദാസൻ ഇല്ലെങ്കിൽ മനുഷ്യൻ മരിക്കും, ദാസൻ മരിക്കും. പക്ഷേ സാക്ഷ്യം ഒരിക്കലും അവസാനിക്കില്ല. നിങ്ങളുടെ സാക്ഷ്യം സംരക്ഷിച്ചു വയ്ക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരു വലിയ രഹസ്യമാണ്. അവരേത് പഴയവരായാലും, സത്യത്തിന്റെ വഴിയിൽ ആയാലും, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത പുതിയ കാര്യങ്ങളായാലും, ഇവയെല്ലാം ദൈവത്തിന്റെ രഹസ്യങ്ങളാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശൈതാനും ഇത് അറിയുന്നു. ശൈതാനിന് തിരുവേദ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളെക്കാൾ കൂടുതലാണ്. ഇത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾ എത്ര ആഴത്തിൽ പ്രസംഗിക്കുന്നു എന്നതിൽ അല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം എത്ര നല്ല രീതിയിൽ ജീവിച്ചു, സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിലാണ് ഇത് ആശ്രയിക്കുന്നത്. സാക്ഷ്യം നൽകുക തന്നെയാണ് കർത്താവിന്റെ സേവനം. ദൈവസേവനം എന്നത് വെറും വാക്കുകൾ പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ വഞ്ചന ചെയ്യുന്നുവോ എന്നതും അതിലുണ്ട്. നിങ്ങൾ ലാഭലോഭത്തിൽ ആർക്കെങ്കിലും പണം നൽകുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വ്യാപാരങ്ങളിൽ കുടുങ്ങുന്നുണ്ടോ? നിങ്ങൾ പാപത്തിൽ വീഴാൻ ആലോചിക്കുന്നുണ്ടോ? ലാഭലോഭം, ആഗ്രഹം, ദുഷ്പ്രവൃത്തികൾ, വ്യഭിചാരം എന്നിവയൊക്കെ പാപങ്ങൾ അകറ്റിക്കളയുക. നിങ്ങളുടെ കാരണത്താൽ ദൈവത്തിന്റെ പേര് മറ്റുള്ളവരുടെ ഇടയിൽ കളങ്കിതമാവുന്നുവെങ്കിൽ അതൊരു ഭയാനകമായ കാര്യമാണ്. അതിനാൽ ജാഗ്രതയോടെ ഇരിക്കുക, കാരണം ദൈവത്തിന്റെ കോപം എപ്പോഴാണ് വെളിപ്പെടുക എന്ന് ആരും അറിയില്ല.